വേഷത്തിലാണ് ഒരു സ്ത്രീയുടെ വ്യക്തിത്വം വിലയിരുത്തപ്പെടേണ്ടത് എന്ന ടോപ്പിക്കിൽ കഴിഞ്ഞ ദിവസം 24 ന്യൂസിലെ തമ്മിൽ എന്ന് പറയുന്ന പ്രോഗ്രാമിൽ ഒരു ചർച്ച നടന്നിട്ടുണ്ടായിരുന്നു. ആ ചർച്ചയിൽ നമ്മൾ മലയാളികൾ മീൻ വിറ്റ് ഫേമസ് ആക്കിയ മുൻ ബിഗ് ബോസ് താരമായിട്ടുള്ള ഹനാൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. എത്ര പേർ ആ ചർച്ച കണ്ടിട്ടുണ്ടാകുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ പലയിടത്തും ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ അവിടെ ഇവിടെയും ഒക്കെ ആയിട്ട് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പലരും ഈ ചർച്ചയുമായി ബന്ധപ്പെട്ടുള്ള ക്ലിപ്സുകൾ അവിടെയും ഇവിടെയും ഒക്കെ കാണാനുള്ള സാധ്യതയുണ്ട്. ഇനി നിങ്ങൾ ആരും ആ ചർച്ച കണ്ടിട്ടില്ല എങ്കിൽ ദയവ് ചെയ്ത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഒരിക്കലും നിങ്ങൾ ആ ചർച്ച കാണരുത്. ഞാൻ ഇത്രയും കാലം കണ്ടിട്ടുള്ളതിൽ വെച്ച് വൺ ഓഫ് ദ വേഴ്സ്റ്റ് ചർച്ചയാണിതെന്ന് പറയാതെ വയ്യ. കാരണം ചർച്ച എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രോഗ്രാമിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഒരു ഭാഗത്ത് സ്ത്രീകളുടെ വസ്ത്ര സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരു കൂട്ടം ആളുകൾ തർക്കിക്കുന്നു. ഇനി മറ്റൊരു ഭാഗത്താണെങ്കിലോ പബ്ലിക്കിൽ ഇറങ്ങുന്ന സമയത്ത് സ്ത്രീകൾ വസ്ത്രദാനം നിയന്ത്രിക്കുന്നതിനെ കുറിച്ച് വേറൊരു വിഭാഗം ആളുകൾ തർക്കിക്കുന്നു. ഈ രണ്ടു കൂട്ടരും തമ്മിലൊരു തർക്കം. ഇതാണ് ഈ ചാനൽ ചർച്ച എന്ന് പറയുന്നത്. നിങ്ങളോട് പറയാനാണെങ്കിൽ ഈ ചർച്ച കണ്ടിട്ടുണ്ടല്ലോ എന്റെ തൊലി ഇരിഞ്ഞു പോയി എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇന്ന് 21ാം നൂറ്റാണ്ടായി, ലോകം ഒരുപാട് മുന്നോട്ട് സഞ്ചരിച്ചു, ടെക്നോളജിയുടെ നെറുകയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെയുള്ള ഈ കാര്യത്തിൽ നമ്മുടെ പ്രബുദ്ധ കേരളത്തിൽ സ്ത്രീകളുടെ വസ്ത്രദാനവുമായി ബന്ധപ്പെട്ട ഒരു ചാനൽ ചർച്ച നടത്തുക എന്നൊക്കെ പറഞ്ഞാൽ പുറമേ നിന്ന് ആരും കാണണ്ട, നമ്മളെ കല്ലെറിഞ്ഞ് ഓടിക്കും, പറയാതെ വയ്യ. അല്ലെങ്കിലും കഴിഞ്ഞ കുറച്ചു കാലമായി നമ്മളുടെ മലയാളികളുടെ വൺ ഓഫ് ദ കൺസേൺ എന്ന് പറയുന്നത് സ്ത്രീകളുടെ വസ്ത്രധാരണയാണ്. അതിനെ കുറിച്ച് പറയാതെ വയ്യ. നമ്മുടെ മഞ്ജുപിള്ളയുടെ മകളെല്ലാവരും ഓർക്കുന്നുണ്ടാകും. ആ പാവം പെണ്ണിന് സൈബർ അറ്റാക്ക് വന്ന സമയത്ത് അവളെ സപ്പോർട്ട് ചെയ്തുള്ള ഒരു വീഡിയോ ചെയ്തത് എനിക്ക് ഓർമ്മയുള്ളൂ. എന്റെ മക്കളെ അതിന്റെ കമന്റ് ബോക്സ് ഇപ്പോഴും കൂടെ എനിക്ക് ഓർക്കാൻ വയ്യ. ഇപ്പോഴും ഞാൻ അതിന് ഷോക്കിൽ നിന്ന് മാറിയിട്ടില്ല എന്നുള്ളതാണ്. ഞാനിനി അതിനെ കുറിച്ചൊന്നും കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്തായാലും നമുക്ക് വിഷയത്തിലേക്ക് വരാം. 24 ന്യൂസിലെ തമ്മിൽ എന്ന് പറയുന്ന പ്രോഗ്രാമിലെ സ്ത്രീകളുടെ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച, അതാണല്ലോ നമ്മുടെ വിഷയം. അപ്പൊ ഈ ചർച്ച തുടങ്ങുന്നത് തന്നെ മെൻസ് അസോസിയേഷന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള അജിത് വട്ടിയൂർക്കാവ് ഹനാനെ നോക്കി ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞുകൊണ്ടാണ്. നമുക്ക് എന്തായാലും എന്താണ് അജിത് വട്ടിയൂർക്കാവ് ഹനാനെ നോക്കി പറഞ്ഞെന്നുള്ളത് ഒന്ന് കേട്ടു നോക്കാം. ഞാൻ ആദ്യം ഹനാനിൽ നിന്ന് തുടങ്ങാം. നന്നായി എന്ന് പറഞ്ഞാൽ ഈ കുട്ടിയെ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. സ്നേഹം ഇപ്പം സ്നേഹത്തിന് കുറവൊന്നുമില്ല, പക്ഷെ എന്നാലും ഒരു ബഹുമാനം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. നമുക്കൊരു ബഹുമാനവും സ്നേഹവും ഒരു പെണ്ണിനോട് തോന്നണമെങ്കിൽ ആ ഡ്രസ്സിങ്ങിൽ കൂടി ഒന്ന് നമ്മൾ നോക്കും, ഒന്ന് ചിന്തിക്കും. നടന്നു വരുന്നത്, പോകുന്നത്, മറ്റ് വസ്ത്രധാരണം എല്ലാം ചിന്തിച്ചിട്ട് തന്നെയാണ് ഓരോ പുരുഷനും ഒരു സ്ത്രീക്ക് എത്ര ബഹുമാനം കൊടുക്കണം, എങ്ങനെയാണ് അതിന്റെ ഓരോ പുരുഷനെന്നും പറയേണ്ട അജിത്തേട്ടാ. നിങ്ങൾ നിങ്ങളുടെ കാര്യം പറഞ്ഞാൽ മതി കേട്ടോ. നിങ്ങൾ സ്ത്രീകളുടെ വസ്ത്രം നോക്കിയിട്ടായിരിക്കും അവൾക്ക് ബഹുമാനം വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. പക്ഷെ ഞങ്ങളാരും ആ ഗണത്തിൽപ്പെടുത്തണ്ട. ഞങ്ങളാരും ഒരു സ്ത്രീ ഏത് വസ്ത്രം ധരിക്കുന്നെന്ന് നോക്കിയിട്ടല്ല ഒരു സ്ത്രീയെ ബഹുമാനിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. നിങ്ങളുടെ കാര്യം പറഞ്ഞാൽ മതി, മറ്റുള്ളവരെ അതിലേക്ക് ചേർക്കാൻ നിൽക്കണ്ട കേട്ടോ. അല്ലെങ്കിൽ ഇയാൾ പറഞ്ഞു കേട്ടില്ല, ഒരു സ്ത്രീ ഒരു പുരുഷന് മുന്നിൽ വരുമ്പോൾ അവൾ ഏത് വസ്ത്രം ധരിക്കുന്നെന്ന് നോക്കിയിട്ടായിരിക്കും അവളെ ഒരു പുരുഷന് ബഹുമാനിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് പോലും. അത് പറയാൻ ഇയാളാരാ? ചുമ്മാ അമ്മാവർത്താനം പറഞ്ഞ് എന്തിനാണ് ഏറി കയറാൻ നിൽക്കുന്നത്? ബാക്കി പറഞ്ഞതായിരുന്നു. ചോദിച്ചോട്ടെ, അജിത് കുമാറിന്റെ ആദരവ് ഇരിക്കുന്നത് വസ്ത്രത്തിൽ മാത്രമല്ല പ്രവൃത്തിയിലും വേണം. അതുകൊണ്ട് അത് പ്രവൃത്തിയും വേണം. വസ്ത്രധാരണം നമ്മൾ ആദ്യം ഏതൊരാളിനെ നമ്മൾ നോക്കുമ്പോൾ ആദ്യം വസ്ത്രമല്ലേ നമ്മൾ ശ്രദ്ധിക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷമാണ് സ്വഭാവവും പിന്നെയുള്ള പുള്ളിക്കാരി എന്തൊക്കെ പ്രവൃത്തികൾ ചെയ്യുന്നു എന്നുള്ളത് നോക്കിയിട്ടാണ് നമ്മൾ പുരുഷന്മാർ എപ്പോഴും ഒരു മാനദണ്ഡം ആ കുട്ടിക്ക് നമ്മൾ കൊടുക്കുന്നത്. പിന്നെയും ഇയാളെ പുരുഷന്മാരെ കയറി പിടിച്ചേക്കുന്നത് എന്തിനാണെങ്കിൽ എല്ലാ കാര്യത്തിലും പുരുഷന്മാരെ ജനറലൈസ് ചെയ്ത് പറയുന്നത് എനിക്കത് അങ്ങോട്ട് മനസ്സിലാവാത്തത്. ഇയാൾക്കൊരു പെണ്ണിനെ കാണുമ്പോൾ അവളുടെ വസ്ത്രധാരണം നോക്കിയിട്ടാണ് ബഹുമാനിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതെങ്കിൽ അതങ്ങ് സ്വന്തമായിട്ട് പറഞ്ഞാൽ പോരെ. ഞാൻ ഇങ്ങനെയാണെന്ന് അങ്ങ് പറഞ്ഞാൽ മതി. അല്ലാണ്ട് എല്ലാ പുരുഷന്മാരും അങ്ങനെയാണെന്ന് പറഞ്ഞ് ജനറലൈസ് ചെയ്യാൻ നിൽക്കല്ലേ. ഇത് കേൾക്കുമ്പോഴാണ് കയറി വരുന്നത്. ദയവ് ചെയ്തതൊന്നും കണ്ട് ആരും തെറ്റിദ്ധരിക്കാൻ നിൽക്കല്ലേ. ഇയാൾ ഇങ്ങനെ പറഞ്ഞെന്ന് വിചാരിച്ച എല്ലാ പുരുഷന്മാരും ഇങ്ങനൊന്നല്ല, പ്രത്യേകിച്ച് പുതിയ ജനറേഷനിലുള്ള ആൾക്കാർ. എന്റെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഞാൻ ഒരിക്കലും ഒരു പെണ്ണിന്റെ വസ്ത്രദാനം നോക്കിയിട്ടല്ല അവൾ ബഹുമാനം അർഹിക്കുന്നുണ്ടോ ഇല്ലേ എന്ന് തീരുമാനിക്കുന്നത്. ആണായാലും പെണ്ണായാലും എന്നെ എങ്ങോട്ട് ബഹുമാനിക്കുന്നുണ്ടോ ഞാൻ തിരിച്ച് അങ്ങോട്ടും ബഹുമാനിക്കും. ഇങ്ങോട്ട് ബഹുമാനം തരുന്നില്ലേ തിരിച്ച് അങ്ങോട്ടും ബഹുമാനം ഉണ്ടാവില്ല. അതാണ് എന്റെ പോളിസി എന്ന് പറയുന്നത്. അതും വസ്ത്രധാരണവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്നുള്ളതാണ്. എന്തായാലും അജിത്തേട്ടന്റെ കോൺസെപ്റ്റ് കൊള്ളാം. ഒരു പെണ്ണ് സാരിയും ചുരിദാറും വിട്ടു വന്നു കഴിഞ്ഞാണെങ്കിൽ അവൾ ബഹുമാനം അർഹിക്കുന്നുണ്ട് അല്ലേ അജിത്തേട്ട? അതല്ല, അവൾ സ്ലീവ്ലെസ് ടോപ്പ് ഇട്ടിട്ടാണ് വന്നതെങ്കിൽ അവൾ ബഹുമാനം അർഹിക്കുന്നില്ല. വല്ലാത്തൊരു അമ്മാവൻ തന്നെ കേട്ടോ. ബാക്കി പറഞ്ഞായിരുന്നു. തീർച്ചയായിട്ടും താങ്കളുടെ സർട്ടിഫിക്കറ്റ് നോക്കിയിട്ടാണ് ഞങ്ങൾ ഇവിടെ ജീവിക്കേണ്ടത്. അതാണ് അങ്ങനെ ചോദിക്കുക ഹനാന്. ഇതേപോലുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഹനാൻ എന്ന് പ്രതീക്ഷിക്കുന്നത്. അല്ല പിന്നെ ബാക്കി എന്തൊക്കെ എന്റെ സർട്ടിഫിക്കറ്റ് വേണ്ട. താങ്കളുടെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ പുരുഷന്മാരുടെ പ്രതിനിധിയായിട്ട് ഇവിടെ വന്നതാണല്ലോ. നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് വേണോ ഞങ്ങൾക്ക് ഇവിടെ വസ്ത്രം ധരിച്ച് നടക്കാനായിട്ട്? ദയവ് ചെയ്ത് ഇയാളെ പുരുഷന്മാരുടെ പ്രതിനിധി എന്നൊന്നും വിളിക്കല്ലേ. ഞങ്ങൾക്ക് കൂടി ചീത്തപ്പേരാണ്. അല്ലെങ്കിൽ ഇയാൾ എങ്ങനെയാണ് പുരുഷന്മാരുടെ പ്രതിനിധിയായിട്ട് മാറുന്നത്? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. പണ്ടെങ്ങാണ്ട് മെൻസ് അസോസിയേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സംഘടന ഉണ്ടാക്കി. എന്നിട്ട് ഈ സംഘടന ഉണ്ടാക്കിയിട്ട് ഇവർ ചെയ്ത ആദ്യത്തെ പരിപാടി എന്താണ്? മറ്റേ KSRTC ബസ്സിൽ കയറി ഒരു പെണ്ണിനെ തൊടേ കയറി പിടിക്കാൻ നോക്കിയ സവാദിനെ പൂമാലിട്ട് സ്വീകരിച്ച്. അത് കണ്ടിട്ടുണ്ടല്ലോ, ഇതൊക്കെ തൊലി ഇരിഞ്ഞു പോയിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരു സംഘടന എന്റെ പ്രസിഡന്റിനെ എങ്ങനെയാണ് പുരുഷന്മാരുടെ
പ്രതിനിധി എന്നൊക്കെ പറയാൻ പറ്റാം. ദയവ് ചെയ്ത് അങ്ങനെ പറയല്ലേ. ഞങ്ങൾ പുരുഷന്മാർക്കും കൂടെ അത് ചീത്തപ്പേരാണ്. എന്തായാലും ബാക്കി പറഞ്ഞാട്ടെ. ഇല്ല, ഒരുപാട് സപ്പോർട്ട് ചെയ്ത ആളാണ് ഞാൻ ഒരുപാട് സപ്പോർട്ട് ചെയ്ത വ്യക്തിയാണ്. അത് ശരി. പണ്ണം കാണും ഹനാൻ ഒരുപാട് സപ്പോർട്ട് ചെയ്തു എന്ന് കരുതി നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഹനാൻ ഡ്രസ് ഇട്ട് നടക്കണോ? അല്ല, അറിയാത്തതുകൊണ്ട് ചോദിക്കുകയാണ്. ഇയാൾ എന്തോന്ന് ഈ പറഞ്ഞു വരുന്നത്? മനുഷ്യന്മാരാകുമ്പോ പറയുന്നതിന് ലോജിക്ക് വേണ്ടേ? എന്തായാലും ബാക്കി പറ. നിങ്ങളുടെ വസ്ത്രത്തിന് അനുസരിച്ചാണോ ഞങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളായാലും ഞങ്ങളുടെ കരിയർ ആയാലും ഇതെല്ലാം എന്താണ്, എത്ര ബഹുമാനം അർഹിക്കുന്നു നിങ്ങൾ തീരുമാനിക്കുന്നത്? നിങ്ങളുടെ സർട്ടിഫിക്കറ്റും നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിന്റെ അളവും നിങ്ങൾക്ക് ആരാണ് പറഞ്ഞു തന്നത്? നിങ്ങളെ ബഹുമാനിക്കണോ വേണ്ട എന്ന് തീരുമാനിക്കേണ്ടത് എന്റെ അവകാശമാണ്. അത് എന്റെ അവകാശമാണ്. ബഹുമാനിച്ചോളൂ. നിങ്ങളുടെ ബഹുമാനത്തിന്റെ സർട്ടിഫിക്കറ്റ് ഇവിടെ ആർക്കാണ് വേണ്ടത്? ആയിക്കോട്ടെ, പക്ഷെ നിങ്ങളെ ബഹുമാനിക്കണോ? അതാണ് ഹനാൻ പറയുന്നത് കേട്ടിട്ട് ആ ബാക്കിലുള്ള കുട്ടികളെ വരെ കൈയടിച്ച് പോയി എന്നുള്ളതാണ്. എങ്ങനെ കൈയടിച്ച് പോകാതിരിക്കും? കാരണം അമ്മാതി അട്ടർ നോൺസെൻസ് അല്ല അപ്പുറത്ത് ഇരിക്കുന്ന ആളുടെ വായിന്ന് വരുന്നത്. ഇതിനൊന്ന് കൈയടിച്ചില്ലെങ്കിൽ അത്ഭുതം. അല്ലെങ്കിൽ പുരുഷന്മാരുടെ പ്രതിനിധി എന്നും പറഞ്ഞുകൊണ്ട് ഇയാൾ വന്നിരുന്ന് പറയണ എന്തൊക്കെയാണ്? ബാക്കി കണ്ടോക്കെ എന്തായാലും ഞാൻ തീരുമാനിക്കും. എന്റെ തീരുമാനത്തിലാണ് ഇരിക്കുന്നത് കാര്യം. അതുകൊണ്ടാണ് താങ്കൾ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ചെറിയ വിഷയം വരുന്നത്. ഞാൻ വ്യക്തമായി കേട്ടിരുന്നു. എനിക്ക് പറയാനുള്ളത് ആർജവും കൂടെ താങ്കൾ കാണിക്കണം എന്നുള്ളതുണ്ട്. പറയുന്ന കാര്യം കേൾക്കാൻ പോലും സമ്മതിക്കാതെ ഇയാൾ എന്ത് പുരുഷ പ്രതിനിധിയാണ്? പുരുഷന്മാരുടെ സംസ്ഥാന പ്രസിഡന്റാ? അല്ല, ഒരു സെക്കൻഡ്. അജിത് കുമാറിന്റെ സർട്ടിഫിക്കറ്റ് പുരുഷന്മാരുടെ ഉണ്ടാ, പുരുഷന്മാരുടെ സംസ്ഥാന പ്രസിഡന്റ് ആണ് പോലും. അത് കേട്ടിട്ട് അപ്പുറത്തിരിക്കുന്ന ആ കുട്ടി പോലും തിരിച്ചു എന്നുള്ളതാണ്. ദയവ് ചെയ്ത് വീണ്ടും അതിങ്ങനെ എടുത്തെടുത്ത് പറയില്ലേ. ഞങ്ങളുടെ തൊലി ഇരിഞ്ഞു പോവാണ്. ഇങ്ങനെയുള്ള ആൾക്കാരെ പുരുഷന്മാരുടെ പ്രസിഡന്റ് എന്ന് പോലും വിളിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. വേണമെങ്കിൽ അമ്മാമാരുടെ പ്രസിഡന്റ് എന്നൊക്കെ വിളിക്കാം. അതാണ് ഇയാൾക്ക് പറ്റിയ പേര്. അല്ലെങ്കിലും ഈ 21-ാം നൂറ്റാണ്ടിൽ വന്നിരുന്ന അമ്മാവർത്തനം പറഞ്ഞ് ഇയാളൊക്കെ എങ്ങനെയാണ് പുരുഷന്മാരുടെ പ്രതിനിധി എന്നൊക്കെ പറയാൻ പറ്റുക? വെറുതെ പുരുഷന്മാർക്ക് നാണക്കേട് ഉണ്ടാക്കി വെക്കാനായിട്ട്. ബാക്കി പറഞ്ഞു. എന്റെ സർട്ടിഫിക്കറ്റ് മാത്രമല്ല, ഈ കേരളത്തിലെ വലിയൊരു വിഭാഗം സ്ത്രീകൾ, ഇപ്പോഴത്തെ ജൻസി പിള്ളേർ ചിലപ്പോൾ ഇദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുമായിരിക്കും, പക്ഷേ വലിയൊരു വിഭാഗം സ്ത്രീകൾ ഇനി ഇരിക്കുന്നുണ്ടല്ലോ, ഇവര് പറയും കൃത്യമായിട്ടും ആ കുട്ടി എങ്ങനെയാണ് എന്താണെന്നുള്ളത്. പിന്നെ ഇനിയിപ്പോ അവരുടെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് വേണം ഹനാൻ ഈ സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ, ഹനാൻ ഈ സമൂഹത്തിൽ ജീവിക്കാൻ. ഇയാൾ ഇത് എന്തോന്നായി പറഞ്ഞു വരുന്നത്? ചിലപ്പോൾ ഇയാളുടെ പ്രായത്തിലുള്ള കുറച്ച് ആൾക്കാർ ഇയാൾ സപ്പോർട്ട് ചെയ്തെന്ന് വരും എന്നും വിചാരിച്ച് അവർ പറയുന്നതിനനുസരിച്ച് ഹനാൻ ജീവിക്കണമെന്നാണ് ഇയാൾ പറഞ്ഞു വരുന്നത്. എനിക്ക് അങ്ങോട്ട് വ്യക്തമാക്കുന്നില്ല. ബാക്കി പറഞ്ഞാലും കാരണം ഈ കുട്ടിക്ക് വേണ്ടിയിട്ട് വാദിച്ചിട്ടുള്ളവരാ നമ്മളൊക്കെ. മലയാളികളായിട്ടുള്ള ബഹുഭൂരിപക്ഷം സംസാരിക്കരുത്. താങ്കൾ പറഞ്ഞു ഞാനിവിടെ നിർത്തിയിട്ടുണ്ട്. ആ സമയം ഞാൻ സംസാരിക്കും. ഒരുപാട് പേര് താങ്കളെ നിങ്ങളുടെ ഈ വസ്ത്രത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞു. വസ്ത്രധാരണം, താങ്കളുടെ സോഷ്യൽ മീഡിയയിൽ വരുന്ന വസ്ത്രധാരണം തീർച്ചയായിട്ടും അത് തെറ്റായിട്ടുള്ളത് തന്നെയാണ്. അത് പുതുതലമുറ അനുകരിക്കുമ്പോൾ ഇയാളെ വർത്താനായിട്ട് അപ്പുറത്ത് കുട്ടികളൊക്കെ അത് ചിരിച്ചു മാറിയാണ്. എനിക്ക് തോന്നുന്നത് അവിടെ വന്നിരിക്കുന്ന ഓഡിയൻസ് ഒക്കെ ഇതൊരു കോമഡി പ്രോഗ്രാം ആയിട്ടാണ് കാണുന്നത് തോന്നുന്നു. എന്തായാലും ഇങ്ങനെ പറഞ്ഞു തന്നെ എന്താണെന്ന് വെച്ചാണെങ്കിൽ ഹനാന്റെ സോഷ്യൽ മീഡിയയിലെ വസ്ത്രധാരണം വളരെ മോശമാണെന്നൊക്കെയാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ഹനാന്റെ സോഷ്യൽ മീഡിയ പ്രൊഫൈൽ ഒന്ന് പരിശോധിച്ച് നോക്കാം. ഞാൻ ഹനാന്റെ സോഷ്യൽ മീഡിയ പ്രൊഫൈൽ സൈഡിൽ കൊടുക്കാം. നിങ്ങൾ തന്നെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. ഇതിൽ എന്തെങ്കിലും വീടായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇപ്പൊ ഈ ഹനാന്റെ പ്രൊഫൈൽ നോക്കിക്കഴിഞ്ഞാണെങ്കിൽ ഹനാൻ പല രീതിയിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചതായി നമുക്ക് കാണാൻ പറ്റും. അത്തരത്തിലുള്ള ഫോട്ടോകളും വീഡിയോസും പോസ്റ്റ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ മലയാളികളുടെ പൈതൃകം വിളിച്ചോതുന്ന സാരിയിലുള്ള ഫോട്ടോസ് വരെ ഹനാൻ ഇവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ചില ആളുകൾക്ക് കുറച്ചെങ്കിലും വീടായിട്ട് തോന്നുന്ന ഒരു വസ്ത്രധാരണം എന്ന് പറയുന്നത് ഹനാൻ എന്തോ ജിമ്മിൽ വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത് സ്പോർട്സ് ബ്രാ ഇട്ടുള്ള ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിന്റെ സ്ക്രീൻഷോട്ട് സൈഡിൽ കൊടുക്കാം. ഇത് കാണുമ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെടാതിരിക്കാൻ സാധ്യതയുണ്ട്. എന്നാലും അത്ര വലിയ മോശമായിട്ടൊന്നും എനിക്കിത് തോന്നിയിട്ടില്ല. കാരണം ജിമ്മിൽ വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത് പലരും ധരിക്കുന്ന കോസ്റ്റ്യൂം ഒക്കെ തന്നെയാണ് ഇത്. അതൊരു വീഡിയോ പിടിച്ച് ഹനാൻ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടു എന്ന് മാത്രം. അതിനപ്പുറത്തേക്ക് എനിക്കിത് പ്രത്യേകിച്ചൊന്നും തോന്നിയിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു തന്നെ എന്താണെന്ന് വെച്ചാണെങ്കിൽ ഈ അജിത്തേട്ടൻ പറയുന്ന പോലെ പ്രത്യേകിച്ച് വീടായിട്ടുള്ള ഒന്നും തന്നെ എനിക്ക് ഹനാന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഒന്നും കാണാൻ സാധിച്ചിട്ടില്ല. നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ള എനിക്കറിയില്ല. പിന്നെ ഹനാനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഒരു കാലത്ത് മലയാളികൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ഈ പറയുന്ന ഹനാൻ എന്ന് പറയുന്നത്. അതിനുള്ള കാരണം ഞാൻ ആർക്കും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഒരു കാര്യത്തിൽ ഈ പെൺകുട്ടി മീൻ വിൽക്കാൻ ഇറങ്ങിയ സംഭവം അത് ആരും മറന്നു കാണാൻ സാധ്യതയില്ല. അതുവഴിയാണ് ഹനാന് മലയാളികൾ പരിചയപ്പെടുന്നത്. അന്നൊരു പാവം പെൺകുട്ടിയായിരുന്നു ഹനാൻ എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പൊ ഹനാനെ സംബന്ധിച്ചിടത്തോളം ഹനാൻ ഒരുപാട് വളർന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. അവളെ സംബന്ധിച്ചിടത്തോളം അവൾ ഇപ്പൊ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് മോഡലിംഗിലാണ്. എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഹനാൻ ഏറ്റവും വലിയ വരുമാന മാർഗം എന്ന് പറയുന്നത് മോഡലിംഗ് തന്നെയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് പലതരത്തിലുള്ള കോസ്റ്റ്യൂമുകൾ അവൾ അവളുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ പോസ്റ്റ് ചെയ്യും. അതിന് ആ രീതി കണ്ടാൽ പോരെ? എന്തിനാണ് അതിനെ മോശം കണ്ണിലൂടെ കാണാൻ ശ്രമിക്കുന്നത്? പിന്നെ ഒരു കാലത്ത് മീൻ കച്ചവടം നടത്തി മലയാളികൾ എല്ലാവരും അവളെ സപ്പോർട്ട് ചെയ്തെന്ന് കരുതി. അതേപോലെ തന്നെ അവൾ എപ്പോഴും നടക്കണം എന്നാണ് നിങ്ങൾ പറഞ്ഞു വരുന്നത്. എനിക്ക് ആ ലോജിക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. അവളെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് മുന്നോട്ട് ജീവിക്കണ്ടേ, ജീവിതത്തിൽ വരുമാനം ഉണ്ടാക്കണ്ടേ? അതിൽ അവിടെ തിരഞ്ഞെടുത്ത പ്രൊഫഷനാണ് മോഡലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, മോഡലിംഗ് എന്നും പറഞ്ഞുകൊണ്ട് വളരെ വിയേർഡ് ആയിട്ടുള്ള എന്തെങ്കിലും അവിടെ കാണിച്ചു കൂട്ടുകയാണെങ്കിൽ നമുക്കതിനെ പിന്നെയും എതിർക്കാം. ഇപ്പൊ മറ്റേ നമ്മളെ പർപ്പിൾ ചേച്ചിയൊക്കെ ചെയ്യുന്ന പോലെ സബ്സ്ക്രിപ്ഷനും തുടങ്ങി കുറെ ബിക്കിനിയുള്ള സംഭവങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്ത് കുറെ ലൈംഗിക ദാരിദ്ര്യം പിടിച്ച അവന്മാരെ അട്രാക്ട് ചെയ്യുന്ന രീതിയിൽ ഓരോ പോസ്റ്റുകളും കാണിച്ച് അങ്ങനെ വല്ലതും ചെയ്യുകയാണെങ്കിൽ
നമുക്ക് പിന്നെയും ഹനാനെ എതിർക്കാം. ഇവിടെ അത്തരത്തിലുള്ള ഒന്നും തന്നെ നമുക്ക് ഹനാന്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ എടുത്ത് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല. അപ്പൊ പിന്നെ എന്തിനാണ് അതും വെച്ച് ഹനാൻ എന്ന് പറയുന്ന വ്യക്തിയുടെ വ്യക്തിത്വം വിലയിരുത്താൻ നിൽക്കുന്നത്? എനിക്ക് അവിടെ മനസ്സിലാവുന്നില്ല. ഇതൊക്കെ വളരെ മോശമാണ് കേട്ടോ, പറയാതെ വയ്യ. ബാക്കി പറഞ്ഞാലും സ്ത്രീകളൊക്കെ മെക്കെട്ട് കയറുമ്പോൾ ആള് തെറ്റി. താങ്കളുടെ ഇച്ഛയ്ക്കനുസരിച്ച് എല്ലാവരും ഒരേപോലെയാണ് കരുതരുത്. എല്ലാവരുടെയും കാര്യം പറഞ്ഞില്ലല്ലോ ഞാൻ. താങ്കളുടെ കാര്യം എല്ലാവരുടെയും കാര്യം പറഞ്ഞില്ല. ശ്രീദേവി, ഇവിടെ ഇപ്പോ യഥാർത്ഥത്തില് അജിത്ത് പറഞ്ഞ മറ്റുള്ളവരോടൊന്ന് ചോദിച്ചു നോക്കാൻ വെല്ലുവിളി പോലെ എറിഞ്ഞിരിക്കുക. ഇതിനകത്ത് നമ്മുടെ സമൂഹം ഒരുപാട് മാറി എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മളെല്ലാവരും. പ്രബുദ്ധ കേരളം എന്ന് നാഴികയ്ക്ക് 40 വട്ടം പറയുകയും സ്കാൻഡിനേവിയൻ രാജ്യങ്ങളോട് നിലവാരത്തിനൊത്ത് വളർന്നുകൊണ്ടിരിക്കുകയാണെന്ന് അവകാശപ്പെടുകയും ചെയ്യുമ്പോൾ ജർമ്മനിയും ഫ്രാൻസും സ്പെയിനും സ്കാൻഡിനേവിയൻ രാജ്യങ്ങളും ഉൾപ്പെടെയുള്ളവർ സ്ത്രീകളുടെ പുരുഷന്മാരുടെ ഒക്കെ വസ്ത്രത്തിന് നൽകിയിട്ടുള്ള ആ കൾച്ചർ അനുവർത്തിച്ചു പോകുന്ന ഒരു വലിയ സ്വാതന്ത്ര്യമുണ്ട്. ആര് എന്ത് ധരിക്കണം എന്നുള്ളത് തീർത്തും ആ വ്യക്തിയുടെ പൂർണ്ണമായ സ്വാതന്ത്ര്യമാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഇവിടെ അദ്ദേഹം പറഞ്ഞൊരു വാചകത്തോട് പൂർണ്ണമായും ഞാൻ വിയോജിക്കുന്നു. ഒരാളുടെ ഡ്രസ് ഇട്ട് കണ്ടാൽ അയാളെ വിലയിരുത്താൻ സാധിക്കുമ്പോൾ എനിക്കതിന് മറുപടി ഉള്ളത്, ഒരു വ്യക്തിയെ വിലയിരുത്തണം എന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യമേ ഉള്ളൂ, ഹൗ ദാറ്റ് പേഴ്സൺ ഇസ് യൂസ്ഫുൾ ടു ദ സൊസൈറ്റി. സമൂഹത്തെ സംബന്ധിച്ച് ആ ഒരൊറ്റ കാര്യം മാത്രം നോക്കിയാൽ മതിയാകും. സമൂഹത്തിന് ആ വ്യക്തി ഉപകാരിയാണോ അത്രമാത്രം മതി. അയാൾ എന്ത് ധരിക്കുന്നു, എങ്ങനെ ജീവിക്കുന്നു, എന്ത് വ്യക്തി ജീവിതത്തിന്റെ സ്പേസിൽ എങ്ങനെയാണ് എന്ന് നോക്കണ്ട. ഓക്കെ, അതൊക്കെ എത്ര ഉള്ളു. ഈ പറഞ്ഞ പോയിന്റിനോട് ഞാൻ 100% യോജിക്കുന്നു. ഒരു വ്യക്തി സമൂഹത്തിന് എത്രത്തോളം ഉപകാരപ്പെടുന്നു എന്ന് നോക്കി മാത്രമേ നമ്മൾ ആ വ്യക്തിയെ ബഹുമാനിക്കേണ്ടതുള്ളൂ. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പർപ്പിൾ ചേച്ചിയെ പോലുള്ള ആളുകളെ കുറിച്ചുള്ള ചർച്ചകളുടെ പ്രസക്തി ഏറുന്നത്. ഒരു വ്യക്തി ഒരു സമൂഹത്തിലെ കുറച്ച് ഞരമ്പ് രോഗികളുടെ ലൈംഗിക ദാരിദ്ര്യം മുതലെടുത്തുകൊണ്ട് ഇൻസ്റ്റാഗ്രാം സബ്സ്ക്രിപ്ഷൻ പോലുള്ള പരിപാടികൾ വഴി തന്റെ സ്വന്തം ശരീരം കാണിച്ച് വരുമാനം ഉണ്ടാക്കാൻ തുടങ്ങി കഴിഞ്ഞാണെങ്കിൽ നമ്മൾ അതിനെ ചോദ്യം ചെയ്യണം. നമ്മൾ അതിനെതിരെ ശക്തമായി സംസാരിക്കുക തന്നെ വേണം. കാരണം അങ്ങനെ ചെയ്യുക വഴി ഒരു സ്ത്രീ സമൂഹത്തെ മിസ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്, അല്ലെ? അങ്ങനെയുള്ള സ്ത്രീകൾ ഒരിക്കലും ബഹുമാനം അർഹിക്കുന്നില്ല എന്ന് കരുതി മറ്റൊരു സ്ത്രീ അവളുടെ ചോയ്സിനനുസരിച്ചുള്ള വസ്ത്രം, അവളുടെ കംഫർട്ടിനനുസരിച്ചുള്ള വസ്ത്രം ചൂസ് ചെയ്തു എന്ന് കരുതി അവൾ ബഹുമാനത്തിന് അർഹയല്ല എന്ന് പറയാൻ ഇവിടെ ആർക്കും അവകാശമില്ല. ഇത് ഞാൻ പലതവണ പറഞ്ഞ പോയിന്റാണ്. എന്തായാലും ഇങ്ങനെ ചർച്ച മുന്നോട്ട് പോകുന്നതിന്റെ അടുക്ക് ഒരു അമ്മച്ചി ഒരു പോയിന്റ് പറയുന്നുണ്ട്. മക്കളെ കണ്ടിട്ടുണ്ടല്ലോ, എന്റെ തൊലിരിഞ്ഞു പോയി. നമ്മൾ എന്തായാലും അതൊന്ന് കണ്ടോക്കാം. സ്ത്രീക്ക് അവളുടെ ശരീരം, അവളുടെ സൗന്ദര്യം എങ്ങനെ സംരക്ഷിക്കണം, എങ്ങനെ വസ്ത്രം ധരിക്കണം, ഇതെല്ലാം അവർക്കൊരു മാനദണ്ഡം ഉണ്ട്. അത് ഓക്കെയാണ്. എനിക്ക് എന്റെ തീർച്ചയായിട്ടും പുരുഷന്മാരല്ലേ നമ്മുടെ കൂടെ ഉള്ളത്. അപ്പൊ പിന്നെ പുരുഷന്മാർ അതിന് വിലയിടില്ലേ? തീർച്ചയായിട്ടും വിലയിടണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്റെ സംസ്കാരം തീർച്ചയായിട്ടും പുരുഷന് സ്ത്രീയും ഉണ്ടെങ്കിലേ ജീവിതമുള്ളൂ. ശരി എന്ന് കരുതി പുരുഷന്മാരുടെ ഇച്ഛക്കനുസരിച്ച് സ്ത്രീകൾ ജീവിക്കണം. ഈ അമ്മച്ചി എന്തൊക്കെയാണ് ഈ പറയുന്നത്? എന്തൊക്കെയോ അങ്ങോട്ട് വിളിച്ചു പറയുന്നേ. ബാക്കി കേട്ടോക്കെ എന്തായാലും സ്ത്രീക്ക് മാത്രം ജീവിക്കാൻ പറ്റില്ല. സ്ത്രീ മാത്രം വിചാരിച്ചാൽ ജീവിക്കാൻ പറ്റില്ല. സ്ത്രീ ധരിക്കുന്ന ഡ്രസ്സിന് എന്തുകൊണ്ടാണ് ഒരു പുരുഷൻ വിലയിടുന്നത്? സ്ത്രീകൾക്ക് പുരുഷന്മാരുടെ ഡ്രസ്സിന് അല്ല, നിങ്ങളൊക്കെ ഇവരൊക്കെ ജനിക്കാൻ കാരണം പുരുഷനല്ലേ? അതെന്ത് വർത്താനാണ് അമ്മച്ചി? ഇവളൊക്കെ ജനിക്കാൻ കാരണം പുരുഷനല്ലേ പോലും? അല്ല, ഒരു പുരുഷൻ വിചാരിച്ചാൽ മാത്രം ഒരു കുഞ്ഞുണ്ടാവും? അല്ല, അറിയാത്തോണ്ട് ചോദിക്കാം. അതിന് സ്ത്രീയും കൂടി വിചാരിക്കണ്ടേ? ഇനി ആര് വിചാരിച്ച് കുഞ്ഞുണ്ടായാലും ഇല്ലെങ്കിലും പുരുഷന്മാരുടെ ഇഷ്ടം നോക്കിയിട്ടല്ല ഇവിടെ സ്ത്രീകൾ ജീവിക്കേണ്ടത് കേട്ടോ. ഓരോരുത്തർക്കും അവരവരുടെ ഇഷ്ടവും കംഫർട്ടും ഉണ്ട്. അതിനനുസരിച്ചാണ് ഓരോരുത്തരും ജീവിക്കേണ്ടത്. അല്ലാതെ പുരുഷന്റെ ഇഷ്ടത്തിനനുസരിച്ച് സ്ത്രീയും സ്ത്രീയുടെ ഇഷ്ടത്തിനനുസരിച്ച് പുരുഷനും ജീവിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ജീവിക്കുന്നത് വഴി ആ ജീവിതത്തിന് ഒരു അർത്ഥവുമില്ല. അതൊരു അടിമ ജീവിതമായി മാറില്ല. ഒരു സമൂഹമായി ജീവിക്കുമ്പോൾ ആദ്യം വേണ്ടത് ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാനുള്ള കംഫർട്ടും സ്പേസുമാണ്. അതിനപ്പുറത്തേക്ക് പരസ്പര സഹകരണവും മറ്റുള്ളവരുടെ കംഫർട്ടിനെയും ചോയ്സിനെയും ബഹുമാനിക്കാനുള്ള ഒരു മനസ്സും. ഇതാണ് ഒരു പുരുഷനെയും സ്ത്രീയും സംബന്ധിച്ച് വേണ്ടത്. അല്ലാതെ പുരുഷന്റെ ഇഷ്ടത്തിനനുസരിച്ച് വസ്ത്രം ധരിക്കേണ്ട ആവശ്യം സ്ത്രീക്കുമില്ല, സ്ത്രീയുടെ ഇഷ്ടത്തിനനുസരിച്ച് വസ്ത്രം ധരിക്കേണ്ട ആവശ്യം പുരുഷനുമില്ല. മനസ്സിലായോ? എന്തായാലും ബാക്കി കേട്ടോക്കാം. ഒരു പുരുഷൻ മാത്രമായതുകൊണ്ടാണ് ഒരു കുട്ടി ഇവിടെ ജനിക്കുന്നത്. സ്ത്രീയും കൂടിയാണ്. അപ്പൊ പുരുഷന് ഇടപെടാൻ പാടില്ല എന്ന് പറയുന്നതിൽ എന്താ അർത്ഥം? അതുകൊണ്ട് പുരുഷൻ ഇടപെടാൻ പാടില്ല എന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? പുരുഷനും ഇടപെടണം. പുരുഷനായിട്ട് ഇടപെട്ടേ പറ്റൂ. കാരണം എനിക്കൊരു കുട്ടിയുണ്ട്. ആ കുട്ടി ബിക്കിനി ഇട്ടോണ്ട് സ്കൂളിൽ പോകാൻ തുടങ്ങി കഴിഞ്ഞാൽ ഞാൻ പറയും അത് പാടില്ല. ഞങ്ങളെ പോലുള്ള സമൂഹത്തിന് കണ്ടിരിക്കാൻ പറ്റില്ല. ഞങ്ങള് പ്രതികരിക്കും. ഭരണഘടന നമുക്ക് പറഞ്ഞിട്ടുണ്ട്. ഡ്രസ്സുകൾ വീട്ടിൽ ചെന്നിട്ടാൽ മതി. ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടില്ല ഇങ്ങനത്തെ ഡ്രസ്സുകൾ ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടില്ല. ഭരണഘടനയിൽ നമുക്ക് നമ്മുടെ അവകാശമാണ്. മുന്നിൽ വന്നാൽ മാം പറഞ്ഞു കുഞ്ഞിന് സ്കൂളിൽ പോകാൻ പറ്റില്ലെന്ന്. ഈ സ്കൂളുകൾ ആരാധനകൾക്ക് അവർക്കൊരു പൊതു ചട്ടമുണ്ട്. അങ്ങനത്തെ ഡ്രസ് കോഡ് ഇടാൻ പോലും പൊതുനിരത്ത് അങ്ങനെ ഒരു ചട്ടം ആരും വെച്ചിട്ടില്ല. അത് ഉള്ളിടത്തോളം കാലം ഇഷ്ടമുള്ള ഡ്രസ് ഏതൊരു പൊതുവിടത്ത് ചട്ടമുണ്ട്. പൊതുവിടത്ത് ചട്ടയില്ലെന്ന് പറയാൻ പറ്റില്ല. പൊതുവിടത്ത് ചട്ടമുണ്ട്.
ഡ്രസ്സിനെ കുറിച്ച്, ഡ്രസ്സ് ധരിക്കുന്നതിനെ കുറിച്ച് എന്ത് പൊതുവിടം എന്ന് പറയുന്ന പൊതു സമൂഹമാണ്. ആ സമൂഹത്തിന് തൃപ്തിയുള്ളതുപോലെ നിങ്ങൾ പരിമിതിയുണ്ട്. എന്തൊക്കെയാണ് ഈ അമ്മച്ചി വിളിച്ചു പറയുന്നത്? സ്കൂളിലേക്ക് നിങ്ങൾ ബിക്കിനിട്ട് കുട്ടികളെ പറഞ്ഞയക്കുമോ? സമൂഹത്തിനെ തൃപ്തിപ്പെടുത്തി നമ്മൾ ജീവിക്കണം. ഞങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ വസ്ത്രം ധരിച്ച് ഞങ്ങളുടെ മുന്നിൽ വന്നു കഴിഞ്ഞാണെങ്കിൽ ഞങ്ങൾ നല്ലോണം പറയും. ഇതൊക്കെയാണ് ഈ അമ്മച്ചി പറയുന്നത്. ഇത് സംഭവം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഒക്കെ പ്രായത്തിന്റെ പ്രശ്നമാണ്. ഇവരെ കണ്ടാൽ തന്നെ അറിയാം അത്യാവശ്യം നല്ല പ്രായമായിട്ടുണ്ടെന്നുള്ളത്. സ്വാഭാവികമായിട്ടും അതിന്റേതായ ഫ്രസ്ട്രേഷൻ പ്രകടിപ്പിക്കുന്നതായിട്ട് ഇതിനെ കണ്ടാൽ മതി. പിന്നെ ഒരു ചെല്ലുണ്ടല്ലോ, പ്രായമുള്ള ആളുകൾ നമ്മൾ പറഞ്ഞു തിരുത്താൻ പോകരുത്. അവരെന്ത് പറഞ്ഞാലും നിങ്ങളാണ് ശരി എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങോട്ട് അംഗീകരിച്ചു കൊടുക്കുക. ഈ പ്രായമുള്ള ആളുകൾ പറഞ്ഞു തിരുത്തുന്നതും പോത്തിന് വേദം ഓതി കൊടുക്കുന്നതും ഒരേപോലെയാണ്. ഒരു കാര്യമില്ല. ഞാൻ പിടിച്ച മുതലിന് 3 കൊമ്പെന്ന് പറഞ്ഞുകൊണ്ട് അവർ വാദിച്ചുകൊണ്ടേയിരിക്കും. അതിലും ഏത് അവരുമായിട്ടൊരു സമ്പാദത്തിന് പോകാതിരിക്കുന്നതാണ് എന്തുകൊണ്ട് നല്ലത്. എന്തായാലും ഇതെല്ലാം കഴിഞ്ഞ് ഈ അമ്മച്ചി നേരെ ഹനാനെ വെക്കിട്ട് കയറുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ പരിപാടിയിൽ എല്ലാവർക്കും ഇട്ട് കൊട്ടാനുള്ള ചെണ്ടാണ് ഹനാൻ എന്നുള്ളതാണ്. എന്തായാലും ഈ അമ്മച്ചി ഹനാനെ കുറിച്ച് പറയുന്നത് കണ്ടോക്കാം. ഹനാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കൊച്ചുകുട്ടിയായിരിക്കും മുതലേ അറിയാം. ഈ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നല്ല കുട്ടിയായിരുന്നു, മീൻ വിട്ട് കടന്ന കുട്ടിയായിരുന്നു. അതാണ് എന്തൊരവസ്ഥയാണല്ലേ ഹനാന്റേത്. വരുന്നവരും പോണവരും ഒക്കെ ഹനാൻ ഇട്ട് കൊട്ടാണ്. പാവണ്ട് ഹനാന്റെ അവസ്ഥ. എന്തൊരു ബാക്കി കേട്ടോ വെക്കാം. കുട്ടി വളരും തോറും ശരീരത്തിലെ തൂൺ കുറഞ്ഞു കുറഞ്ഞു വരിക. അപകടം തന്നെ. സോഷ്യൽ മീഡിയയിൽ എന്നെ പോലുള്ള ഒരു വ്യക്തി അതിനെ അംഗീകരിച്ചു തരില്ല. സോഷ്യൽ മീഡിയയിൽ എന്താ കാണിച്ചു നടക്കുന്നത്? സോഷ്യൽ മീഡിയയിൽ ബിക്കിനി ഇട്ടിട്ടോ മാന്യമല്ലാത്ത വസ്ത്രം ധരിച്ചു. അതാണ് ഹനാൻ കുറെ നേരം ഈ ചോദ്യം എല്ലാവരോടും ചോദിക്കുന്നത്. ഞാൻ ബിക്കിനി ഇട്ടിട്ടോ അല്ലാത്ത തരത്തിലുള്ള ഫോട്ടോകൾ ഞാൻ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത് നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടെങ്കിൽ അത് കാണിച്ച് താന്ന് ഹനാൻ കൂടെ ചോദിക്കുന്നുണ്ട്. പക്ഷെ ആർക്കും അതിന് മറുപടി പറയാൻ പറ്റുന്നില്ല. ഇത് സംഭവം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇപ്പൊ ഈ പരിപാടിയിൽ സ്ലീവ്ലെസ് ടോപ്പ് ഇട്ട് വന്നത് ഹനാൻ മാത്രമാണ്. ബാക്കിയുള്ള എല്ലാവരും ഓൾമോസ്റ്റ് ഫുൾ കവേർഡ് ആയിട്ടുള്ള ഡ്രസ് ഇട്ടിട്ടാണ് വന്നത്. അതിന്റെ ചൊറുക്കാണ് പലരും ഹനാനോട് തീർത്തുകൊണ്ടിരിക്കുന്നത്. വേറൊന്നുമില്ല. ഇപ്പൊ ഇവിടെ സ്ലീവ്ലെസ് ടോപ്പ് ഇട്ട് വന്നതിന് പകരം ഹനാൻ വല്ല ചുരിദാറോ സാരിയോ മറ്റോ ആണ് ഉടുത്ത് വന്നതെങ്കിൽ ആരും ഇമാതിരി വർത്താനം പറയില്ലായിരുന്നു. ഇതിപ്പോ ഹനാൻ സ്ലീവ്ലെസ് ടോപ്പ് ഇട്ട് വന്നതുകൊണ്ട് ഇവിടുത്തെ ടാർഗറ്റ് ആരായി? ഹനാനായി മാറി. അത്രേ ഉള്ളൂ. ബാക്കി കേട്ടോക്കെ എന്തായാലും പണ്ടത്തെ സ്ത്രീകൾ മാറുമറക്കാതെ നടന്നിരുന്നു. അതിൽ നിന്നൊരു മാറ്റം വന്നാണ് ഒരു മുണ്ടും ബ്ലൗസുമായി ഒരു നേരിയതായി ആണുങ്ങൾ ഒരു തോർത്തു മാത്രം കൊടുത്തോണ്ട് നടന്നിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അന്ന് എന്തുകൊണ്ടായിരുന്നു അത് സംഭവിച്ചത്? അന്നും വസ്ത്രം ഇല്ലായിരുന്നു. മാറുമറയ്ക്കൽ സമരം നടത്തി അങ്ങനെ മാറുമറയ്ക്കാനുള്ള അവസരം കിട്ടിയിട്ട് നിങ്ങൾ മാറുമറയ്ക്കുന്നുണ്ടോ? ഇയാളോടൊന്ന് വായടക്കി വെക്കാൻ മാറി. ഇയാളത് എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഇയാളുടെ വർത്തമാനം കേട്ടാൽ തോന്നും ആ മുന്നിൽ ഇരിക്കുന്ന സ്ത്രീകളെല്ലാവരും മാറി തുറന്നിട്ടിട്ടാണ് ഇരിക്കുന്നത്. മനുഷ്യന്മാരാകുമ്പോൾ പറയുന്നതിന്റെ ലോജിക്ക് വേണ്ടേ? ഈ വസ്ത്ര സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ പലരും എടുത്തിടുന്ന ഒരു പോയിന്റ് ആണ്, പണ്ട് മാറി മറിക്കാൻ വേണ്ടി സമരം നടന്നു, ഇപ്പൊ മാറി കാണിക്കാൻ വേണ്ടി സമരം നടക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അങ്ങനെ പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാണെങ്കിൽ ഈ മാറി മറിക്കൽ സമരം എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും? വസ്ത്ര സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നു കയറ്റത്തിന് എതിരെയുള്ള സമരമാണ് മാറി മറിക്കൽ സമരം. പണ്ട് കാലങ്ങൾക്ക് താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾക്ക് മാറി മറിക്കാനുള്ള അവകാശമില്ലായിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ അവരുടെ വസ്ത്ര സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നു കയറ്റമാണ്. അതിനെതിരെയാണ് അന്ന് സമരം നടന്നത്. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും ഇവർ ആദ്യം വേണം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് എന്താണെന്ന് വെച്ചാണെങ്കിൽ വസ്ത്രം ധരിക്കുന്നതിന്റെ ബേസിക് നീഡ് എന്ന് പറയുന്നത് നമ്മുടെ പ്രൈവറ്റ് പാർട്സ് മറിയുക എന്നുള്ളതാണ്. ബേസിക്കായി അത് മറിയുന്നുണ്ടോ എന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഒരാൾ അവരുടെ പ്രൈവറ്റ് പാർട്സ് കാണിച്ചുകൊണ്ട് വസ്ത്രം ധരിക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മൾ അതിന് ചോദ്യം ചെയ്യണം, അതിനെതിരെ സംസാരിക്കണം. അല്ലാതെ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രൈവറ്റ് പാർട്സ് മറിച്ചുകൊണ്ട് അവർ വസ്ത്രം ധരിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ചോദ്യം ചെയ്യാൻ യാതൊരു അവകാശവും ആർക്കുമില്ല. പ്രൈവറ്റ് പാർട്സ് മറിയുന്നതിനപ്പുറത്തേക്ക് വസ്ത്രത്തിന് നീളം എത്രത്തോളം കൂട്ടണം കുറയ്ക്കണം എന്നൊക്കെ ഉള്ളത് ഓരോരുത്തരുടെ വ്യക്തി താല്പര്യമാണ്. ചുരുക്കി പറഞ്ഞാൽ ഒരാൾക്ക് പർദ്ദ ഇട്ട് പുറത്തിറങ്ങണോ അതല്ലെങ്കിൽ ഷോർട്ട് ടോപ്പ് ഇട്ട് പുറത്തിറങ്ങണോ എന്നുള്ളത് ഓരോരുത്തരുടെയും വ്യക്തി താല്പര്യമാണ്. അതിന് ചോദ്യം ചെയ്യാൻ നമുക്ക് ആർക്കും അവകാശമില്ല. അത്രേ തൽക്കാലം ഞാനിവിടെ പറഞ്ഞു വെക്കുന്നുള്ളൂ. ഇനി ഞാൻ ഇതൊക്കെ പറയുമ്പോൾ ഇനിയിപ്പോ കുറെ എണ്ണം കമന്റ് ബോക്സിൽ വന്ന് പറയും, നിന്റെ സഹോദരി നിന്റെ ഭാര്യയെ ഷോർട്ട് ടോപ്പ് ഇട്ടുകൊണ്ട് പുറത്തിറങ്ങി കഴിഞ്ഞാണെങ്കിൽ നിനക്ക് സഹിക്കുമോ, നീ അതിനെ സമ്മതിക്കുമോ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ കുറെ എണ്ണം കമന്റ് ചെയ്യും. അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, ഞാനിത് എപ്പോഴും പറയുന്നതാണ്, എന്റെ ഭാര്യയും സഹോദരിയും എന്ത് ധരിക്കണം എന്നുള്ളത് അവരുടെ ചോയ്സ് ആണ്. എന്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ടല്ല അവർ വസ്ത്രം ധരിക്കുന്നത്. പിന്നെ അവരൊരു വസ്ത്രം ധരിച്ചു വന്ന് എന്നോട് അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ എനിക്ക് ആ സമയത്ത് എന്താണോ തോന്നുന്നത് ഞാൻ അഭിപ്രായം എന്ന് പറയും. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്ന് പറയും, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയും. ആ അഭിപ്രായം എടുക്കണമോ വേണ്ടേ എന്നുള്ളത് അവരുടെ താല്പര്യമാണ്. അവരുടെ വസ്ത്ര സ്വാതന്ത്ര്യം, അവരുടെ ചോയ്സ്, അത്രേ ഉള്ളൂ. അപ്പൊ അങ്ങനെ കമന്റുമായി വരുന്നവർക്കുള്ള മറുപടി കിട്ടിയെന്ന് കരുതുന്നു. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിലേക്ക് പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.